ഇത് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ നാസർ മഅദനി അവരെ അറിയിക്കുകയും അദ്ദേഹം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും മറ്റു പണ്ഡിതന്മാരുടെയും വരെ ആകാംക്ഷയോടെ ബാംഗ്ലൂർ പരപ്പര ഗർഹാര ജയിലിനകത്ത് ആകാംക്ഷയോടെ കാത്തിരുന്നു. നിങ്ങൾ അറിയണം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ബാംഗ്ലൂർ ചെല്ലുന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാൻ BJP ഗവൺമെന്റിന്റെ ഉന്നതാധികാരികൾ, അതുപോലെ തന്നെ ആ ജയിലിനകത്തേക്ക് ആര് പ്രവേശിച്ചാലും എത്ര ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ആ ജയിലിനകത്തേക്ക് പോകണമെങ്കിലും വക്കീലന്മാർ ഉൾപ്പെടെ തല കുനിഞ്ഞു മാത്രമേ ജയിലിനകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ആ കമറുലുമ കാന്തപുരം ഉസ്താദ് ബാംഗ്ലൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ കവാടം മലർക്ക തുറന്നിടുകയുണ്ടായി. മാത്രമല്ല, രണ്ടാമത് അബ്ദുൽ നാസർ മഅദനിയെ കാണുവാൻ എത്ര ഉന്നത വിശിഷ്ടാദികൾ ചെന്നാലും ശരി തന്നെ അവരുടെ വലത് കൈത്തണ്ടയിലോ ഇടത് കൈത്തണ്ടയിലോ അവിടുത്തെ ആ ജയിലധികാരികളുടെ ചാപ്പയടിക്കാറുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരം കാന്തപുരം ഉസ്താദിന് ചാപ്പയടിക്കേണ്ടി വന്നില്ല. ചാപ്പ കുത്താതെ തന്നെ ഉസ്താദ് പുഞ്ചിരി തൂകിക്കൊണ്ട് ആ ജയിലിന്റെ രണ്ടാം നിലയിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് വെള്ള ജുബ്ബയ്ക്കൊക്കെ അസ്ഥിപഞ്ചരമായ വീൽ ചെയറിൽ കാഴ്ചയില്ലാതിരിക്കുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനെ കാണുകയുണ്ടായി. ഞാൻ ഈ പറയുന്നത് കള്ളമല്ല, അനുഗ്രഹീതമായ തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. കാന്തപുരം ഉസ്താദിനോടൊപ്പം ഏകദേശം 4ഓളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. കാന്തപുരം ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയെ കണ്ട മാത്രയിൽ ആലിംഗനം ചെയ്ത് മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു, അബ്ദുൽ നാസർ മഅദനിയുടെ കണ്ണുകളും നിറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒരുപക്ഷെ ലോകത്ത് തന്നെ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയിൽ നിന്നും ക്ഷണിക്കാറുള്ള ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അബ്ദുൽ നാസർ അതിന്റെ മുന്നിൽ കരയുകയാണ് ഉണ്ടായത്. എന്തായി ഞാൻ കാണുന്നത്? ഈ കേട്ടതൊക്കെ ശരിയാണെന്നപ്പോൾ ബോധ്യമായി. അവസാനം ഏകദേശം നീണ്ട സമയം തന്നെ ചർച്ച ചെയ്തു. എന്നിട്ട് അബ്ദുൽ നാസർ അതെനിക്ക് ഉറപ്പ് നൽകി, ഒരു സംശയവുമില്ല, ഞാൻ ഈ കണ്ട കാഴ്ച നേരിൽ കണ്ടതാണ്. പുറത്തുനിന്ന് കേട്ടതിനേക്കാൾ വളരെ ഭയാനകമാണ് ഈ അവസ്ഥ. ഇങ്ങനെ ഇത് പോയാൽ ഒരുപക്ഷെ മഅദനിയുടെ മയ്യമായിരിക്കും ഈ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ടും എന്റെ പ്രസ്ഥാനത്തെ കൊണ്ടും എന്തിന് പരിഹാരം കാണുവാൻ ഞാൻ സാധിക്കുമെന്ന് പറഞ്ഞ അബ്ദുൽ നാസർ മഅദനിക്ക് ഉറപ്പ് നൽകി. പുറത്തിറങ്ങിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പോയത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കാണ്. മുഖ്യമന്ത്രിയെ കണ്ടു, അതുപോലെ മറ്റുള്ള മന്ത്രിമാരെ കണ്ടു. എന്തിന് അത്ഭുതമെന്ന് വേണം പറയാൻ. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരം ഉസ്താദ് പത്രസമ്മേളനം നടത്തി. മനോരമയിലൊക്കെ ഫ്രണ്ട് പേജിൽ വന്നതാണ്. കേട്ടതിനേക്കാൾ വളരെ ഭയാനകമാണ്. ഇങ്ങനെ മഅദനിയെ കൊല്ലാക്കൊല ചെയ്താൽ ഈ സമുദായം നോക്കിയിരിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകി. പിറ്റേ ദിവസത്തെ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ നാം കണ്ടതും കേട്ടതുമാണ്. പത്രങ്ങളിലും ടെലിവിഷനുകളിലും എല്ലാ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും കാന്തപുരം ഉസ്താദിന്റെ വാക്കിനെ കടമെടുത്തുകൊണ്ട് ഭയന്നുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയി. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പ്രസ്ഥാനം വിശ്വസിക്കുന്നു, അബ്ദുൽ നാസർ മഅദനി വിശ്വസിക്കുന്നു, രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ വരവിലല്ല അബ്ദുൽ നാസർ മഅദനിക്ക് ചികിത്സ കിട്ടിയത്. ഉറക്കെ വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം കാന്തപുരം ഉസ്താദ് പോയതിന്റെ പിറ്റേ ദിവസം വിനീതനായി ഞാനും എന്റെ കുടുംബവും മഅദനിയെ സന്ദർശിച്ചു. 3 മണിക്കൂറും 10 മിനിറ്റും സംസാരിച്ചു. അതിൽ മഅദനി പറഞ്ഞു, ആരോ എന്തൊക്കെയോ പല തെറ്റിദ്ധാരണകൾ വരുത്തി വെച്ചു. എന്റെ മനസ്സിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൽ പറ്റി ഒരു മോശമായ ചിന്തയുമില്ല. എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഞാൻ കടമപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ മനുഷ്യൻ എന്നെ ജയിലിൽ വന്ന് കണ്ടു, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് നിറ പുഞ്ചിരിയോടുകൂടിയാണ് അതിന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കാൻ നിർത്തുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശാനുസരണമാണ് അവിടെ കോടതിയിൽ നിന്നൊക്കെ നമ്മൾ പേപ്പർ നീക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതനെ ഭവിച്ച അവസ്ഥ. 5 മിനിറ്റോളം അദ്ദേഹം ഒരു ഓർമ്മയും യാതൊന്നുമില്ലാതെ കൂടെ നിന്നവർ കരുതി അദ്ദേഹം മരണപ്പെട്ടു പോയി, മൗത്തായി പോയി എന്നുവരെ കരുതി. ഒരു മയ്യം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസിൽ കയറ്റിയിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അദ്ദേഹം കിടന്ന ഹോസ്പിറ്റലിൽ നിന്നും ഒരുപക്ഷെ ഡോക്ടർമാർ വരെ സ്ഥിരീകരിക്കുന്ന അവസ്ഥയായി
അബ്ദുൽ നാസർ മദനി മരണപ്പെട്ടു പോയി എന്ന് രാത്രി 11:15 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും സാക്ഷിയായിക്കൊണ്ട് ആംബുലൻസിൽ കയറി കിടത്തിയ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു പ്രഗത്ഭ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ വിദഗ്ധമായ ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങളും പ്രതീക്ഷിച്ചത് എന്ത് സംഭവിച്ചെന്നറിയാൻ വയ്യ. ഏകദേശം 7 മിനിറ്റിന് ശേഷമാണ് അദ്ദേഹത്തെ ഓർമ്മയും ശ്വാസവും കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഇത് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ചുരുക്കുകയാണ്. എനിക്കറിയാം, ഈ സമയം അറിയാം, നിങ്ങൾ എല്ലാവരും നമ്മുടെ സമുദായ രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു മുസ്ലിം ഉമ്മത്തിന്റെ വിഷയം അതിലുപരി ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അത് നിങ്ങൾ മറക്കരുത്. ആ ഇസ്ലാമിക പണ്ഡിതനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ ബഹുമാനപ്പെട്ട കാന്തവര ഉസ്താദും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനവും മുൻകൈ എടുത്തതിൽ എനിക്കും എന്റെ പ്രസ്ഥാനത്തിലും മഅദനിയെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് 2 വാക്ക് സംസാരിക്കുവാൻ അവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്ക് എല്ലാവരും ആശംസകളും ഭാവങ്ങളും നൽകിക്കൊണ്ട് വിനീതന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.